അസ്സലാമലൈക്കും. അൽഹംദുലില്ലാഹ് അല്ലാഹു ശൈത്താൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അള്ളാഹുവിൻ്റെ അധ്യാപകത്തോടുകൂടി ഞാൻ വന്നിരിക്കുന്നത് എന്നിൽ അറിയുന്ന അറിവിനെ നിങ്ങൾക്ക് ഭാഗം വെച്ച് തരിക എന്ന് മാത്രമാണ് എൻ്റെ ദൗത്യം. അതുകൊണ്ട് പല ഉസ്താക്കന്മാരും അത് പറയുമ്പോൾ പറഞ്ഞതിൽ ഉൾക്കൊള്ളാത്ത വിട്ടുപോയ ചിലവരിൽ നിന്ന് വിട്ടുപോയ ചില വാചകങ്ങളുണ്ട്. അതിനെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഉള്ളടക്കം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് കേട്ടുകൊണ്ട് ഇത് എല്ലാവരിലും എത്തിക്കണം. ഇതിൻ്റെ എല്ലാ പഠനവും ഞെക്കുകൊണ്ട് എല്ലാവരും എത്തിക്കണമെന്ന് വിനീതമായി താഴ്മയോടുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഉമ്മയും വാപ്പയും മക്കളും എന്നുള്ള ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഉമ്മ വാപ്പ മക്കൾ എന്നറിയണമെങ്കിൽ അവനവൻ്റെ കയ്യിൻ്റെ 5 വിരൽ നോക്കുക. 5 വിരൽ ആണ് അതിനെ ഒരു ലക്ഷണമായാണ് നിങ്ങൾക്ക് തരുന്നത്. ഉമ്മയായാലും വാപ്പയായാലും ഉമ്മാനും വാപ്പാനും അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവരനൊക്കെ അനാഥാലയത്തിൽ കൊണ്ടുപോയി എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കണം. കാരണം നമ്മളെ പോറ്റി വളർത്തിയവരാണ് അവരെ നമ്മൾ എന്ത് ത്യാഗം സഹിച്ചായാലും അവരെ വളർത്തണം എന്നുള്ള നല്ല ഈമാനും ഉറപ്പും നല്ല ബുദ്ധിയും വിവരം നമ്മൾ മനസ്സിൽ വെക്കണം. അതുകൊണ്ട് ഒരാളും അവനവൻ്റെ ഉമ്മയായാലും വാപ്പയായാലും അച്ഛനായാലും അമ്മയായാലും അപ്പനായാലും അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളാതിരിക്കാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ അവർ നമ്മളോട് അത് എടുക്കരുത് ഇത് എടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മളെ ഉപദേശിച്ച് തന്നിട്ടുണ്ട്. അതെല്ലാം ഗൗരവമായി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വലുതായി നമ്മളുടെ സ്റ്റാൻഡേർഡിൽ അവരെത്തുമ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ അവരെത്തുമ്പോൾ അവരോട് അതിന് പ്രതികാരം ചെയ്യല്ല വേണ്ട. അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എടുക്കരുത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളോട് ചോദിച്ചത് അവർക്ക് തിരിച്ച് ഉപദ്രവമായി തീർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവർ നമുക്ക് വിവരമാണ് പഠിപ്പിക്കുന്നത്, നമ്മൾ വിവരമല്ല വിവരക്കേടാണ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ വാപ്പയും ഉമ്മയും മനസ്സിലാക്കണം. കയ്യിൻ്റെ 5 വിരൽ ഏതെങ്കിലും ഒരു വിരൽ വേദന പറ്റിക്കഴിഞ്ഞാൽ 5 വിരലിനും വേദന ഒരേപോലെയാണ് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുക. കാരണം 5 വിരലിനെ പോലെ തന്നെയാണ് നമുക്കുള്ള മക്കളും. വലിപ്പ വ്യത്യാസം പലർക്കും ഉണ്ടാവും. അതേപോലെ തന്നെ അവർ തന്നെ നമുക്ക് തന്നെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തരുന്ന ഭക്ഷണമായാലും വസ്ത്രമായാലും എന്തായാലും അതിൽ ഏറ്റക്കുറവുണ്ടാവും. അത് ക്ഷമിക്കേണ്ട ചുമതല വാപ്പാടെയും ഉമ്മാടെയും അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൻ്റെയും അമ്മയുടെയും കടമയാണ്. കാരണം എല്ലാ മക്കളുടെയും ഒരേപോലെ ഉണ്ടായിരുന്നില്ല. അവരെ നമ്മൾ വളർന്നു വന്ന ബുദ്ധിമുട്ടും വിഷമം അവരിൽ നമ്മൾ കാണണം. എന്നിട്ട് വേണം അവരോട് നമ്മൾ സംസാരിക്കാൻ. ഒരാൾ 10 ഉറുപ്പ്യ തന്നു, ഒരാൾ 3 ഉറുപ്പ്യ തന്നു, ഒരാൾ 5 ഉറുപ്പ്യ തന്നു. പലരോടും പല സ്നേഹം വെക്കരുത്. എല്ലാവരോടും ഒരേ സ്നേഹത്തിൽ വളരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ മക്കളും അതിൻ്റെ ഉമ്മയാണ് എന്നുള്ള സ്നേഹത്തോടുകൂടി പെരുമാറണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് ഫോണിൽ കൂടെ അറിയിക്കുക. അല്ലാതെ കണ്ടുകൊണ്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ അറിയില്ല. കാരണം അതിനാണ് എൻ്റെ പണി, തേങ്ങ പൊളിക്കലാണ്. അല്ലാതെ കണ്ടുകൊണ്ട് എനിക്ക് ഒരു അറിവുമില്ല. തന്ന അറിവിനെ ഞങ്ങളോട് വീതം വെച്ച് തരുന്നു. അല്ലാതെ കണ്ട് ഒരു അറിവും എനിക്കില്ല. പിന്നെ പല ഉസ്താക്കന്മാരും അത് പറയുമ്പോൾ അതിൽ നിന്ന് കേട്ട ചില നല്ല ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ എളിയവനോട് യാതൊരു വിഷമവും ബുദ്ധിയും മോശമോ ഒരു ഉപദ്രവവും ഒരാളിൽ നിന്ന് എനിക്ക് ഉണ്ടാവരുത്. എനിക്ക് വേണ്ട തേങ്ങാപ്പൊടിയാണ്. അതിനുള്ള നമ്പറാണ് ഞാൻ തന്നത്. 94 96 98 44 73 എന്ന നമ്പർ. കാരണം മരണം വരെ പണിയെടുത്തുകൊണ്ട് ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും മക്കളോടുള്ള സ്നേഹം ഒരേപോലെ കാണുകയും അതേപോലെ തന്നെ മക്കൾ ഉമ്മാടും വാപ്പാടും ഒരേപോലെ സ്നേഹം കാണിച്ചുകൊണ്ട് മുന്നേറണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും എത്തിച്ചു കൊടുക്കണം. ഞാൻ ഇതിൽ 5 വീഡിയോ ആദ്യം വിട്ടിട്ടുണ്ട്. അതിൽ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതിൽ പുല്ല് പുഷ്പാദി ജീവജാലങ്ങൾ എല്ലാവർക്കും വേണ്ടി
ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ദുആ വരുകയുള്ളൂ. അത് എല്ലാവരും പ്രത്യേകം കൊള്ളുക. അല്ലാണ്ട് ഒരു മതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലേക്ക് കണക്കൂട്ടുക. അതേപോലെ തന്നെ ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് കാണുന്ന പുല്ല് പുഷ്പാദി ജീവജാലങ്ങൾ നമ്മൾക്കുള്ള ഓക്സിജൻ തരുവാൻ വേണ്ടി പഠിച്ചിട്ട ദിവസമാണ്. ആ ദിവസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. റഹ്മാനായ റബ്ബേ, ഈ പറഞ്ഞ ഞാൻ ചൊല്ലിയ ഫാത്തിഹയും സൂറത്തും ഇത് അള്ളാഹുവിൻ്റെ അസുലേക്ക് തന്നിരിക്കുന്ന റഹ്മാനായ റബ്ബേ, ആയതുകൊണ്ട് അള്ളാഹുവേ ഇതിന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇത് കേൾക്കുന്നവരും കാണുന്നവരും ഇതിനെപ്പറ്റി സംസാരിക്കുന്ന നല്ല രൂപത്തോടെ മുന്നേറുവാൻ അവർക്കും ഞങ്ങൾക്കും തോഫീക്കും ഭാഗ്യം പ്രദാനം ചെയ്തു തന്നെ റഹ്മാനായ റബ്ബേ, പാവിയാണ് റബ്ബേ, റബ്ബിനോട് ചോദിക്കുന്നു അള്ളാഹുവേ നമ്മുടെ പെരിയാറിൻ്റെ പ്രശ്നം വലിയ ഗൗരവമായിരിക്കുന്ന പ്രശ്നമാണ് റബ്ബേ. അതിൽ അള്ളാഹുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഒരു ഉമ്മത്തികളെയും ഒരുപെടുത്താൻ ഉമ്മത്തികൾ മാത്രമല്ല പുനഃപുഷ്പാദി ജീവജാലങ്ങൾ, എഴന്തകൾ, പറവകൾ, നാൽക്കാലി, ഇരുകാലി എല്ലാവരെയും കാത്തു രക്ഷിക്കണേ റഹ്മാനായ റബ്ബേ. പാവിയാണ് ചോദിക്കുന്നത് റബ്ബേ, ചോദിക്കാൻ കഴിവില്ല, അടിമയാണ്. ചോദിച്ചാൽ എപ്പോഴെങ്കിലും ഉത്തരം തരും എന്നുള്ള പൂർണ്ണ മനസ്സോടു കൂടിയാണ് ചോദിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുമ്പോൾ ഉത്തരം തരാമെന്ന് അതാണ് ചോദിക്കുന്നത് റബ്ബേ. കാത്തു രക്ഷിക്കണേ റബ്ബേ, റഹ്മാനായ റബ്ബേ. എല്ലാവരെയും അല്ലാഹുവേ, ജാതിഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും, സ്നേഹിക്കാൻ ഇഷ്ടവരെയും ഹൃദയം പറഞ്ഞുകൊണ്ട് സഹായിക്കുന്നവരും ദുനിയാവിലും ഖബറിലും മഹ്ശറയിലും സഹായിക്കണേ റബ്ബേ. അല്ലാതെ കണ്ടുകൊണ്ട് സഹായിച്ചവരെ സഹായിക്കണ്ടെന്നല്ല പറയുന്നത് റബ്ബേ. അവരെ സഹായിക്കണം റബ്ബേ. അവർക്കുള്ള ഏറ്റവും കൂടുതൽ സഹായം നാളെ മഹ്ശറയിൽ റബ്ബേ അവർക്ക് അവിടെ വെച്ചാണ് അവർക്ക് മനസ്സിലാവുക. ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ചെയ്ത് കൂട്ടിയാൽ അതിൻ്റെ ഗുണം ഇവിടെയാണ് ഞങ്ങൾക്ക് തന്നത് എന്നുള്ളത് അവർക്ക് അവിടെ വെച്ചാൽ മനസ്സിലാവുള്ളൂ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെ ഇവരെ കൂടെ കാത്തു രക്ഷിക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, കാവലിനെയാണ് ചോദിക്കുന്നത് റബ്ബേ. എല്ലാ മനുഷ്യരിൽ നിന്നും നല്ല ഒരു വാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാഹുവേ, കൃപ നൽകണേ അല്ലാഹു. റബ്ബനാത്തിന وديا سنة بلا ردي سنة مكنا بنا صلى الله عليه وسلم عليه سنة الله عليه وسلم عليه سنة الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله الحمد لله الحمد لله. الله أكبر، لا إله إلا الله.